നോക്കി നോക്കി മീന് കടിക്കും ഏട്ടാ. മീന് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇന്ന് കുളത്തിന്റെ വെള്ളം വറ്റിക്കുവാണ്. അതുകൊണ്ട് ഇന്ന് മീനെയൊക്കെ പിടിച്ചിട്ട് ചെളിയൊക്കെ ഇട്ടിട്ട് അവിടെ മാറ്റുവാണ്. അപ്പൊ ആ വീഡിയോ ഇട്ട് അങ്ങോട്ട് കാണാം. ഹലോ ഗൈസ്, ഇന്നത്തെ വെള്ളം മാറ്റാണ്. എല്ലാ വെള്ളം മാറ്റാണ്. എന്നിട്ട് വേറെ വെള്ളം വിൽക്കാൻ പോവാണ്. ഇതാണ് കുളം. എന്നിട്ട് നമ്മൾക്ക് എല്ലാം ചെയ്ത് നമ്മൾ നല്ല വെള്ളമാക്കും. അച്ഛനൊക്കെ വെള്ളമാക്കി ഒരു മീനൊക്കെ ബക്കറ്റിലിടും. ബക്കറ്റ് ഇട്ടിട്ട് നല്ല കുളമാക്കും. ഒരു മീനെ പിടിച്ചിട്ടില്ല. ഒന്ന് കഴിച്ചിട്ട് എത്ര മീൻ വേണം? അമറുവിന് എത്ര മീൻ വേണം? 5 മീൻ വേണം. അമറുവിന് എത്ര മീൻ വേണം? 8. വിധുവിന് എത്ര വേണം? 5 മീൻ വേണം. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാ മീനിനെ ഇന്ന് പിടിക്കാനുള്ള പരിപാടിയാണ്. നമ്മളെല്ലാം എന്താ കുളം ഇങ്ങനെ ഇറക്കാനുള്ള പരിപാടി. ഈ കുളം എല്ലാം ഫുള്ള് ഇറച്ചതിന് ശേഷം ഇതിനകത്ത് നമ്മൾ അന്ന് ഇട്ട മീനിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വീഡിയോയിൽ ഉള്ള മീനുകളൊക്കെ ഇതിനകത്ത് ഉണ്ടാകും. നോക്കട്ടെ, നമ്മൾ കുളം ഇറക്കിയിട്ട് എത്ര പരിവായെന്നറിയത്തില്ല. നമ്മൾ ഒരുപാട് ദിവസം കൊണ്ട് ഇതിനകത്ത് മീനിട്ട് തീറ്റയൊക്കെ ഇട്ട് വളർത്തുകയാണ്. ഉള്ള കലങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം ഇറച്ചി പറക്കിയിട്ട് വലുതായ മീനുകളിലൊക്കെ നമ്മളിന്ന് പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മളെ കില്ലാടിയല്ലണ്ട അവന്മാരാണ് ഈ മീൻ കുളത്തിൻ്റെ മീനിന് തീറ്റ കൊടുക്കുന്നതും ഇതിൻ്റെ എല്ലാം പരിപാലിക്കുന്നത്. നോക്കി മീന് കടിക്കും ഏട്ടാ. മീന് കടിക്കും അമറു. മീന് കടിക്കും നോക്കി. തട്ട് അത് തന്നെ. കുത്തല്ലേ നമ്മളെ മീനുകളൊക്കെ ഈ പരുവായിട്ടുണ്ട് കേട്ടോ. കുറേ മീനുകളൊക്കെ വലുതായി. കുറേ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ 10-100 കുഞ്ഞു മീനുകളെ കൊണ്ടിട്ട് അതാണ് ഇതായി കാണുന്നത്. ഒരു 5-6 സൈസിനുള്ള മീൻ നമ്മൾ ഈ ഇടയ്ക്ക് കൊണ്ടിട്ടായിരുന്നു കേട്ടോ ഈ മീൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ നേരത്തെ ഇട്ട ഒരു 5 മാസം മുന്നേ ഇട്ട മീനുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഈ പരുവായി ഏകദേശം പിടിക്കാൻ പരുവായിട്ടുണ്ട്. ഇതിന് മേടിച്ച കുഞ്ഞുങ്ങൾ കേട്ടോ. ഇതിൻ്റെ കൂടെ മേടിച്ചതാണ്. മറ്റേ മീനുകൾ വലുതായപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി മേടിച്ച മീനുകളാണ് കേട്ടോ. ആ കുളമൊക്കെ ഫുള്ള് വൃത്തിയാക്കി നമ്മൾ വലിയ മീനുകളെ കുറേ പിടിച്ചു കേട്ടോ. അതിൻ്റെ കുറച്ച് വലിയ മീനുകളെ ഇതിൽ തന്നെ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഇടയ്ക്ക് മേടിച്ച കുറച്ച് കുഞ്ഞു മീനുകളുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞു മീനുകളുടെ എല്ലാം കുളമൊക്കെ അടിപൊളിയായിട്ട് വൃത്തിയാക്കി
ഒരുപാട് പായലൊക്കെ പിടിച്ച് വളരെ മോശമായിട്ട് കിടക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും വൃത്തിയാക്കി നമ്മൾ കുറച്ച് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം വൃത്തിയാക്കിയത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നല്ല അടിപൊളി മനോഹരമായ രീതിയിൽ നമ്മളെല്ലാം വൃത്തിയാക്കിയെടുത്ത് മീനുകളൊക്കെ തിരിച്ച് അതിനകത്ത് തന്നെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. മീൻ കുഞ്ഞുങ്ങൾ അടക്കുന്നുണ്ടോ. ഈ ടാർപ്പിൽ ഫുള്ള് വെള്ളം നിറയ്ക്കാനുള്ള പരിപാടി. ഇനി വെള്ളം നിറച്ച് ഇനി ഇത് ഒരു 4-5 മാസം ചീറ്റയായി കൊടുക്കുമ്പോൾ ഇതും പരുവായി വരും. അവിടെ എത്ര ഇട്ടിട്ടുണ്ട്? നമ്മുടെ മീൻകുളത്തിലെ മീനിനെ വളർത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ മീനിനെ വറ്റിച്ച് കുറേ മീനുകളെ പിടിച്ച വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ വളർത്തിയ മീനുകളിൽ കുറേ മീനുകൾ വലുതായിരുന്നു. നമ്മളൊരു 4-5 മാസം മുന്നേറ്റ മീനുകളാണ്. അതിൽ നമ്മളൊരു 10-12 മീൻ പിടിച്ചായിരുന്നു. ഇതിന് മുന്നേ ഒരു ദിവസം നമ്മൾ കുറച്ച് മീൻ പിടിച്ചായിരുന്നു. അപ്പോൾ ഇന്നൊരു 10-12 മീൻ പിടിച്ചു. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 10-100 ചെറിയ മീനിനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കുറേ കുഞ്ഞു മീനുകൾ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പരുവായി വരണം. അപ്പോൾ നമ്മൾ അന്ന് മീൻകുളം വെട്ടിയതിൻ്റെയും മീനിട്ടതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടു. അപ്പോൾ മീൻ പിടിച്ചതിൻ്റെ വീഡിയോ ഇട്ടില്ലല്ലോ. അപ്പോൾ അതാണ് ഇതിട്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നാണ്, അമറും അബി എല്ലാവരും കൂടെ ഒന്നിച്ചാണ് മീൻ പിടിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു അബി? മീനൊക്കെ എങ്ങനെയുണ്ട്? മീൻ അടിപൊളി തന്നെ. തന്നെ നമ്മളെ മീൻകുളത്തിലെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ, അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പറയടാ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. മോശമല്ലാത്ത പ്യൂഷൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആഫ്രിക്കാർക്ക് ആൻഡ്രോയിഡ് ഒക്കെ തീർച്ചയായും വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സ്കീമിനേക്കാളും അടിപൊളി. നമ്മൾ വളർത്തിയ മീൻ നമ്മൾ വെച്ചു. പൊളി. ഉള്ളി കഴിക്കുന്ന ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന ഇവിടെ. എന്താ കൊള്ളാമോ അമറു? അടിപൊളിയാ. നമ്മളെ മീനാണ്. കുളത്തിൽ വളർന്ന സിലോപ്പി മീൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സൂപ്പർ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന മീൻ കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇതേപോലെ മീനൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി സുഖമായിട്ട് പിടിച്ചിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.